നമസ്കാരം മച്ചാമാരെ. അപ്പോൾ ഒരു HSC ഓഫീസറുടെ പരമപ്രധാന ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, പരമപ്രധാന ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും HSC പോളിസിയെ ഊട്ടി ഉറപ്പിക്കലാണ്. HSC പോളിസി എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. കമ്പനിയിലെ മുഴുവൻ എംപ്ലോയീസിനോടും മാനേജ്മെന്റിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ ലിഖിതമായിട്ടുള്ള, രേഖാമൂലമുള്ള ലിഖിതമായിട്ടുള്ള ഒരു ഉടമ്പടി പത്രമാണ് HSC പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളിസി പരിപൂർണമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു HSC ഓഫീസറുടെ പരമപ്രധാന ഡ്യൂട്ടികളിലൊന്ന്. അപ്പൊ ചോദിക്കും, പരമപ്രധാന ക്വാളിഫിക്കേഷൻ എന്താണ്? അത് സിമ്പിൾ ആണ്. ടു ഫൈൻഡ് ഔട്ട് ദി എക്സിസ്റ്റിംഗ് ആൻഡ് പ്രെഡിക്റ്റബിൾ ഹസാർഡ്സ്, നിലനിൽക്കുന്നതും ഉണ്ടാകാൻ സാധ്യതയുള്ളതായ എല്ലാവിധ അപകട സാധ്യതകളെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു HSC ഓഫീസറുടെ പരമപ്രധാനമായ യോഗ്യതകളിലും. സോ വൺസ് മോർ വി ആർ വെൽക്കമിങ് യു ആൾ ടു അവർ HSC ക്ലാസ്. ദിസ് ഈസ് ദി തേർഡ് പാർട്ട്. അപ്പോൾ മാജിക് മഷ്റൂംസിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് നമ്മളിപ്പോ ഇന്നലെയും പിന്നെ ഞാനുമായിട്ട് ഈ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലുമായിട്ട് എന്താണ് HSC ഹെൽത്ത്, സേഫ്റ്റി, എൻവയോൺമെന്റ് ആൻഡ് വെൽഫെയർ, ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതെങ്ങനെയൊക്കെയാണ് നടപ്പിൽ വരുത്തേണ്ടതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് അതുമായിട്ടുള്ള അനുബന്ധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇന്നിപ്പോ ചർച്ച ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമ്മൾ ഒരു HSC ഓഫീസർ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പേഴ്സൺ കണ്ടെത്താനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നിപ്പോ നമ്മൾ ചർച്ച നടത്തുന്നത്. അപ്പോൾ ആ കണ്ടെത്താനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പോയിന്റ്സുകളുണ്ട്. ആ പോയിന്റ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് ഹസാർഡ് എന്നുള്ളത്, എന്താണ് ആക്സിഡന്റ് എന്നുള്ളത്, എന്താണ് റിസ്ക് എന്നുള്ളത്, എന്താണ് നിയർ മിസ് എന്നുള്ളത്. പിന്നീട് ഈ റിസ്ക് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ റിസ്ക് അനലൈസേഷൻ, പിന്നെ റിസ്ക് അനലൈസേഷൻ മാട്രിക്സ് തയ്യാറാക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. ായിട്ട് പറഞ്ഞു തന്നാല്, നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ജോലി എന്തായാലും ശരി, അത് ചിലപ്പോൾ ഹോട്ട് വർക്ക് ആവാം, ചിലപ്പോൾ പെയിന്റിങ് ആവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും മെയിൻ്റനൻസ്, സ്കഫോൾഡിങ് പ്ലാറ്റ്ഫോം തയ്യാറാക്കലാവാം, അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ആവാം. ഏത് ജോലി ആയാലും അവിടെ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു പൊട്ടൻഷ്യൽ ചാൻസ് ആണ് ഹസാർഡ് എന്ന് പറയുന്നത്. അതിനെ ഇപ്പൊ നമുക്കിപ്പോ സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, സംതിങ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു, വ്യക്തമായിട്ട് പറയാം, സംതിങ് ഹാസ് ദ പൊട്ടൻഷ്യാലിറ്റി ടു കോസ് ഹാം, ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം, ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതേ സാഹചര്യം തന്നെ അപകടം ഉണ്ടായതിന് ആക്സിഡന്റ് എന്ന് നമ്മൾ പറയുന്നു. അതായത് ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഹാം അല്ലെങ്കിൽ ലോസ് ഉണ്ടായത്. അപ്പോ അത് വ്യക്തികൾക്കാകാം, മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സിനാകാം, പരിസ്ഥിതിക്കാകാം, അതുമല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു പേര്, കമ്പനിയുടെ നല്ല കമ്പനിയാണ്, ആൾക്കാരുടെ സേഫ്റ്റി നോക്കുന്ന കമ്പനിയാണെന്നുള്ള ആ ഒരു പേര്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഏതിനും ആകാം. പേഴ്സണൽ എഫക്ട്, ഓർ അസറ്റ് ലോസ്, ഓർ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതർവൈസ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി, റെപ്യൂട്ടേഷൻ ഫാൾ എന്ന് പറയും. അപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതയെ നമ്മൾ ഈ പറയുന്ന പോലെ ഹസാർഡ് എന്ന് പറയുമ്പോൾ സംഭവിച്ചതിന് അല്ലെങ്കിൽ ഉറപ്പായും സംഭവിക്കുന്നതിന് ആക്സിഡന്റ് എന്ന് പറയും. സംഭവിച്ചു, പക്ഷെ അത് യാതൊരു വിധത്തിലുള്ള
മുറിവും തൽക്കാലം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ ലോസ് തൽക്കാലം ഉണ്ടാക്കിയില്ല, സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസിൽ തെന്നി മാറി. അതിനെയാണ് നമ്മൾ നിയർ മിസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നിയർ മിസ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയർ മിസ് നാളെ ആക്സിഡന്റ് ആകാം. അപ്പോൾ ആ നിയർ മിസ്സിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായിട്ട് അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നിയർ മിസ് ഇൻവെസ്റ്റിഗേഷനകത്ത് ബന്ധപ്പെട്ട് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും അല്ലാതെ പിന്നെ ഉള്ളത് ആക്സിഡന്റും അസാഡും പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്നത് കോറിലേഷൻ ഇൻ ബിറ്റ്വീൻ ലൈക്ലിഹുഡ് ആൻഡ് സിവിയറിറ്റി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദി വർക്ക്. അതിപ്പോ റിസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഇതെല്ലാം നമ്മൾ ആദ്യം മലയാളത്തിൽ പറയുകയാണ്. നമുക്കിപ്പോ ഡെഫിനിഷൻ ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. ഏതിന്റെ ആയാലും ഡെഫിനിഷൻ ബൈഹാർട്ട് പഠിക്കണം, ബാക്കിയുള്ള നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ കോറിലേഷൻ ഇൻ ബിറ്റ്വീൻ ലൈക്ലിഹുഡ് ആൻഡ് സിവിയറിറ്റി എന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു സാധ്യതയും ആ സാധ്യത മൂലം ഉണ്ടാകുന്ന ലോസിന്റെ തീവ്രതയും ചേരുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മൂന്നാമത്തെ നിലയുടെ സൈഡിലിരിക്കുന്ന ഒരു ഹാമർ, ഈ ഹാമർ താഴേക്ക് വീഴാനുള്ള സാധ്യതയും അത് വീണാൽ ഒരാൾക്കുണ്ടാകാനുള്ള അപകടം എത്രത്തോളം വലുതുമായിരിക്കും എന്നുള്ളത് രണ്ടിന്റെയും കൂടെ ബന്ധമാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോ പ്രോബബിലിറ്റി ഇൻറ്റു സിവിയറിറ്റി, സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന്റെ സിവിയറിറ്റിയും കൂടെ കണക്ക് കൂട്ടുമ്പോഴാണ് റിസ്ക് നമുക്ക് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മൂന്നാമത്തെ നിലയിൽ ഒരു വർക്കിംഗ് ക്രൂ വെൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നു, എട്ടാമത്തെ നിലയിൽ മെയിൻ്റനൻസ് മറ്റു വർക്കുകളായിട്ട് വേറൊരു ക്രൂ നടക്കുന്നു. അപ്പൊ അവിടെ നിന്ന് രണ്ടിടത്ത് നിന്ന് വീഴുന്ന മൂന്നാമത്തെ നിലയിൽ നിന്ന് വീഴാനുള്ള സാധ്യതയിൽ ഉണ്ടാകുന്ന അപകട സാധ്യതയും എട്ടാമത്തെ നിലയിൽ നിന്ന് വീണാനുള്ള സാധ്യതയിൽ ഉണ്ടാകുന്ന അപകട സാധ്യതയും രണ്ടും രണ്ട് എഫക്റ്റാണ്. അപ്പോ അത് ആണ് റിസ്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് റിസ്ക് അനലൈസേഷൻ അല്ലെങ്കിൽ ജോബ് സേഫ്റ്റി അനലൈസേഷൻ അല്ലെങ്കിൽ ജോബ് ഹസാർഡ് അനലൈസേഷൻ, ഇതെല്ലാം നമ്മൾ JSA JHA എന്നൊക്കെ അറിയപ്പെടുന്നത് റിസ്ക് അനലൈസേഷന്റെ. അപ്പോൾ അതിലേക്കും വരാം. അപ്പൊ നമ്മൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഹസാർഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഹസാർഡ് ഈസ് എ പൊട്ടൻഷ്യൽ ഫിനോമിനൻ വിച്ച് മേ കോസ് ഹാം, ഡാമേജ്, ഇൽനെസ് ഓർ അപ് ടു ഫെറ്റാലിറ്റി. ഫെറ്റാലിറ്റി എന്താണ്? മരണം. അപ് ടു ഫെറ്റാലിറ്റി ടു ദി പീപ്പിൾ, എൻവയോൺമെന്റ്, മെറ്റീരിയൽസ് ഓർ ടൂൾസ് or the reputation of the company, which may cause harm, damage, illness or up to fatality to the peer. Peer means PER, നമ്മളൊരു ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ്. peer എന്ന് പറയുന്ന പേഴ്സണൽസ്, എൻവയോൺമെന്റ്, അസറ്റ്, റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി. അപ്പൊ ഇത് നാലില് ഏതിന് വീഴ്ച സംഭവിച്ചാലും, ഏത് തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാലും അത് HSE കാരന്റെ ഫോൾട്ട് തന്നെയാണ്. അപ്പോൾ ഹസാർഡ് അതാണ്. അപ്പോൾ നമ്മൾ ആക്സിഡന്റിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, an accident is an unexpected, unwanted, unplanned event which may lead or may cause to lead to a harm or loss. അപ്പൊ മനസ്സിലാക്കണം, ആക്സിഡന്റ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അൺവാണ്ടഡ് ആണ്, അൺപ്ലാൻഡ് ആണ്. ഇതാണ് ആക്സിഡന്റ്. അപ്പോ നമ്മൾ റിസ്കിനെ കുറിച്ച് പറഞ്ഞു, കോറിലേഷൻ ബിറ്റ്വീൻ ലൈക്ലിഹുഡ് ആൻഡ് സിവിയറിറ്റി. ദെൻ നിയർ മിസ്. നിയർ മിസ് ഈസ് ആൻ ആക്സിഡന്റ് ഓർ ഹസാർഡ് വിച്ച് മേ റിസൾട്ടഡ് ഇൻ ലിറ്ററലി നോ അപ്പാരന്റ് ലോസ്. നിയർ മിസ് ഈസ് ആൻ ആക്സിഡന്റ് വിച്ച് മേ റിസൾട്ടഡ് ഇൻ നോ അപ്പാരന്റ് ലോസ്. വലിയ നഷ്ടങ്ങളില്ലാതെ ഉണ്ടായി തീർന്നതാണ് അപ്പോൾ ഈ നിയർ മിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനകത്ത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈറ അഥവാ ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ
ആൻഡ് റിസ്ക് അസസ്മെന്റ്. അതൊരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മളിപ്പോ ഏത് തരം വർക്കായാലും പെർമിറ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിസ്ക് ജോബ് സേഫ്റ്റി അനലൈസേഷൻ JSA അല്ലെങ്കിൽ JH ജോബ് ഹസാർഡ് അനലൈസേഷൻ അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യണം. അപ്പൊ അതിനായിട്ട് റിസ്ക് മാട്രിക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പകരം ആ വർക്കിനെ ഘട്ടം ഘട്ടങ്ങളായിട്ട് തിരിച്ചുകൊണ്ട്, ഇപ്പോ പെയിന്റിങ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഹോട്ട് വർക്ക് ആണെങ്കിൽ അങ്ങനെ, അതിന് ഓരോ ഘട്ടങ്ങളും ആ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക്കും ആ റിസ്കിനെ തരണം ചെയ്യാനായിട്ട് നിലവിലുള്ള എന്തൊക്കെയാണ് മിറ്റിഗേഷൻസ് എന്നുള്ളതും, ഇനി എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ, റിസ്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അപ്പോൾ എക്സ്ട്രാ ആഡഡ് ആയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതും കണ്ടെത്തുക. അപ്പോൾ അതിനുശേഷവും റിസ്ക് ലെവൽ എവിടെ വരെ എത്തി നിൽക്കുന്നു, മീഡിയം ആണോ, ഹൈ ആണോ, ലോ ആണോ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ തുടർന്നുള്ള വർക്കുകൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതിനെയാണ് ഹൈറേ എന്ന് പറയുന്നത്, ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ്. ഇത് തന്നെ അത് ഹസാർഡ് എന്ന് പറയുന്ന, ഇപ്പൊ ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഹസാർഡ് അല്ലെങ്കിൽ അസോപ്പ് എന്ന് പറയുന്ന ഈ ആസിഡ് അസോപ്പ് ഒക്കെ പ്രോസസ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട നിലവില് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ പൈപ്പ് ലൈൻ ആയാലും പ്ലാന്റ് ആയാലും പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നിടത്തുള്ള അപകട സാധ്യതകൾ. അതേസമയം തന്നെ നമ്മളിപ്പോ മൊത്തത്തിൽ ഇപ്പൊ ഒരു വർക്ക്, ഇപ്പൊ മെയിൻ്റനൻസ് വർക്കോ അതല്ലെങ്കിൽ പുതിയ പൈപ്പ് ലൈനിന്റെ വർക്കുകൾ അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക്, റോഡ് വർക്ക്, ബ്രിഡ്ജ് വർക്ക്, എവിടെ ആയാലും റിസ്ക് നമ്മളതിന് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഈ 5 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാല് IDERR എന്ന് നമുക്ക് ഒരു ഷോർട്ട് ഫോമിൽ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി, പഠിക്കുന്ന സമയത്ത് ഓർത്തു വെക്കാൻ വേണ്ടി പറയാം. IDERR അത് 5 എന്നുള്ളത് സാഹചര്യങ്ങൾ അനുസരിച്ചും ക്ലയന്റിന്റെ അനുസരിച്ചും തേർഡ് പാർട്ടി സേഫ്റ്റി ഏജൻസിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചും 6 ആകാം 7 ആകാം. ബേസിക് ആയിട്ട് 5 സ്റ്റെപ്പുകളാണുള്ളത്. IDERR എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ റിസ്ക്, ഡിഫൈൻ ഹൂ മേ ബി ഹാംഡ് ആൻഡ് ഹൗ, ഇവാലുവേറ്റ് ദ റിസ്ക്, റെക്കോർഡ് ദ ഫൈൻഡിങ്സ്, ലാസ്റ്റ് റിവ്യൂ ദ റെക്കോർഡ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അപകട സാധ്യതകൾ ഐഡന്റിഫൈ ദ റിസ്ക്, നമ്മൾ റിസ്ക് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. അതിനകത്ത് ഡിഫൈൻ ഹൂ മേ ബി ഹാംഡ് ആൻഡ് ഹൗ, ആർക്ക് ഏത് തരത്തിലുള്ള അപകട സാധ്യതയാണെന്നുള്ളത് വിലയിരുത്തുന്നു. ഇവാലുവേറ്റിംഗ് ദ റിസ്ക്, ആ റിസ്ക് എത്രത്തോളം തീവ്രതയുള്ളതാണ്, ഇന്റൻസിറ്റി ഉള്ളതാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല, ആസ് പെർ ദ റിസ്ക് അസസ്മെന്റ്. അതിനുശേഷം നമ്മൾ കണ്ടെത്തിയതും ആഡ് ചെയ്തതും പ്രഡിക്റ്റബിൾ ഹസാർഡ്സിന് ഉള്ള മിറ്റിഗേഷൻസ് എല്ലാം കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഒരു ഫയലാക്കി ഇപ്പൊ നമ്മളിപ്പോ HSയിൽ സൂക്ഷിക്കുന്നു, റിപ്പോർട്ട് ചെയ്യാനുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ സൂക്ഷിച്ചതിനെ റെക്കോർഡ് ദ ഫൈൻഡിങ്സ് എന്ന് പറയുക. കാരണം ഇത് ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, റിവ്യൂ ദി റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പ് റിവ്യൂ ചെയ്യേണ്ടി വരുന്നെന്ന് പറയാൻ സാഹചര്യങ്ങൾ മൂലം ഇതേ സാഹചര്യം, ഇതേ വർക്ക് തന്നെ, ഇതേ ഹോട്ട് വർക്ക് ചിലയിടത്ത് റിവ്യൂ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തണുപ്പ് കാലത്ത് നമ്മൾ ചെയ്ത JSA ആണ്. ഇപ്പൊ എക്സ്ട്രീം കാലത്ത് രാവിലെ 11 മണിക്ക് വർക്ക് നിർത്തണം, ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചൂടിന്റെ ത്രഷോൾഡ് ലിമിറ്റ് അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം. മെറ്റീരിയൽസോ എക്യുപ്മെന്റ്സോ മാറിയാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. വർക്കിംഗ് ക്രൂ പൂർണ്ണമായിട്ട് മാറി പുതിയ വർക്കിംഗ് ക്രൂവോ പുതിയ സൂപ്പർവൈസറോ പുതിയ ഫോർമാനോ ഒക്കെ വന്നാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചിലപ്പോൾ 1-2 പോയിന്റ്സ് ആയിരിക്കും മാറ്റം, ചിലപ്പോൾ മൊത്തത്തിൽ എൻറ്റേർലി മാറ്റേണ്ടി വരും. അങ്ങനെ ഈ മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെയാണ് നമ്മൾ ഈ പറയുന്ന JSA-ക്കുള്ള എലിമെന്റ്സ്, ഈ 5 പോയിന്റുകൾ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. IDERR, ഐഡന്റിഫൈ ദ റിസ്ക്, ഡിഫൈൻ ഹൂ മേ ബി ഹാംഡ് ആൻഡ് ഹൗ, ഇവാലുവേറ്റ് ദ റിസ്ക്,
record the findings and review the records. അപ്പോ പിന്നെ ഇത്രയേ ഉള്ളൂ. ഇന്ന് കാര്യം 15-16 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് നമ്പർ 4 കാണാം. തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളും ബന്ധപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വേണം. സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, പോയിന്റ് വിട്ടുപോകരുത്. അഥവാ ഒരു പാർട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കാണണം. പിന്നെ കഴിവതും ഒരു തവണ മാത്രമല്ല, 2-3 തവണ നമ്മൾ കാണണം. സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെങ്കിലും നമുക്ക് എപ്പോൾ ചോദിച്ചാലും ഓർത്തിരിക്കത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ദെൻ ബൈ.